കണ്ണൂർ ജില്ലക്കാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഒപ്പം കണ്ണൂരിന്റെ വികസന കാഴ്ചപ്പാട് 5000 പേരിൽ മാത്രം ഒതുക്കിയ സംഘാടകർക്ക് ഒരു മുന്നറിയിപ്പും. വികസനത്തിന്റെ കാര്യത്തിൽ കണ്ണൂരുകാർ ഒരു തരത്തിലും ഒത്തുതീർപ്പിന് തയ്യാറല്ല. വിമാനം പറന്നിറങ്ങിയതല്ല ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്, മറിച്ച് അതൊരു ആഘോഷമാക്കി മാറ്റിയ കണ്ണൂർ ജില്ലക്കാരുടെ, പ്രത്യേകിച്ച് മട്ടന്നൂരുകാരുടെ ആവേശം കണ്ടപ്പോഴാണ്. ആ കാഴ്ച നേരിൽ കാണാത്ത ജില്ലക്കാർക്കും കണ്ണൂർ കാസർഗോഡ് പ്രവാസികൾക്കും കണ്ണൂർ ഈ ന്യൂസ് സമർപ്പിക്കുന്നു. കൈക്കുഞ്ഞുങ്ങളുമായി സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, വന്ധ്യവയോധികർ എല്ലാവരും ഒഴുകിയെത്തി കണ്ണൂരിന്റെ മണ്ണിൽ ആദ്യം പറന്നിറങ്ങുന്ന വിമാനം കാണാൻ. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരെയും അധികൃതരെയും എല്ലാം ഒരുപോലെ ഞെട്ടിച്ച കാഴ്ച. ചുട്ടുപൊള്ളുന്ന വെയിലിൽ പലരും നടന്നാണ് ഈ കുന്നിൻ മുകളിലെത്തിയത്. നിറച്ചിരിയോടെ ആകാശത്തേക്ക് നോക്കി മണിക്കൂറുകൾ കാത്തുനിന്ന ഇവർ ലോക മലയാളികൾക്ക് തന്നെ അഭിമാനമാണ്. കണ്ണൂരിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുവെച്ച ആ സുവർണ നിമിഷത്തിൽ പങ്കാളികളായ ജനക്കൂട്ടം ആദ്യ വിമാനമായ വ്യോമസേനയുടെ ഡോണിയർ 228 പറന്നിറങ്ങുന്ന ചിത്രം ഒപ്പിയെടുക്കാനുള്ള തിരക്കിലായിരുന്നു. പിന്നെ കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങ് വൻ വിജയമാക്കി തീർത്ത ഇവരാണ് ശരിക്കും കണ്ണൂരിന്റെ മിന്നും താരങ്ങൾ. ഇവരോട് അധികൃതർ എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല. മുഖ്യമന്ത്രിയെ നേരിൽ കാണാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാനും ജനം തിങ്ങിക്കൂടി. വിമാനം പറന്നിറങ്ങിക്കഴിഞ്ഞിട്ടും മട്ടന്നൂർ മൂർഖൻ പറമ്പിലേക്ക് ജനങ്ങൾ ഒഴുകുകയായിരുന്നു. കണ്ണൂരുകാർക്ക് അഭിമാനിക്കാൻ മറ്റൊന്നുകൂടിയുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ ആദ്യ വിമാനം പറത്തിയത് കണ്ണൂർ കാടാച്ചിറ സ്വദേശിയായ പൈലറ്റ് രഘുനാഥ് നമ്പ്യാരാണ്. നാല് വർഷത്തിലൊരിക്കൽ മാത്രമെത്തുന്ന ഫെബ്രുവരി 29 കണ്ണൂരിന് ഇനി മറക്കാനാവാത്ത ദിനമായിരിക്കും. എല്ലാം കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്ന് മട്ടന്നൂർ നഗരത്തിലെത്തുമ്പോൾ 4 മണിക്കൂർ സമയമെടുത്തു. തിരക്ക് കാരണം വാഹനങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങിയത്. കാത്തു കെട്ടിക്കിടന്നവരിൽ VVIPകളും VIP-കളും എല്ലാവരും ഉണ്ടായിരുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ആദ്യ വിമാനം പറന്നിറങ്ങിയപ്പോൾ ഒരു ജനത പതിറ്റാണ്ടുകളോളം മനസ്സിൽ താലോലിച്ച സ്വപ്നമാണ് പൂവണിഞ്ഞത്. നല്ലവരായ വികസന പ്രേമികൾക്ക് ഒരിക്കൽ കൂടി കണ്ണൂർ ഈ ന്യൂസിന്റെ നന്ദി.